യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറെ ശ്രദ്ധയെ തിരിക്കുന്നു. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ന്റെ ആമേൻ 1-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗ്ഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രമസ്ഥലവും ഏത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളോട് വായിച്ച് കേട്ടത്. ഈ പ്രഭാതത്തിൽ പലപ്പോഴും നമ്മൾ അഭിഷിക്തന്മാർ പല വേദികളിലും പല കൺവെൻഷൻ സ്റ്റേജുകളിലും ചർച്ചുകളിലും ഒട്ടുമുക്കാൽ ശുശ്രൂഷകളിലും പറയുന്നൊരു വാക്കാണ് സ്വർഗം എൻ്റെ സിംഹാസനം. പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റാരും പറഞ്ഞതല്ല, യഹോവയായ ദൈവം പ്രവാചകന്മാരിൽ ഒരാളായിരിക്കുന്ന, വലിയ പ്രവാചകരിൽ ഒരാളായിരിക്കുന്ന യെശയ്യാപ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങി വരികയാണ്. കർത്താവ് പ്രവാചകനോട് ചോദിക്കുക, ആമേൻ, സ്വർഗം എൻ്റെ സിംഹാസനം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഈ പ്രഭാതത്തിൽ തൻ്റെ ജനം എവിടെ ഇരുന്ന് കരയുമോ ആ കരയുന്ന വിഷയത്തിന് ഇന്ന് പകലിൽ മറുപടി ഉറപ്പാകട്ടോ. ആമേൻ. നമ്മൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തിനാണോ നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്നത്, അതേ വിഷയത്തിന് ഈ പ്രഭാതത്തിൽ മറുപടിയാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവം ഒരിക്കലും കൈവിടില്ല. പ്രത്യേകിച്ച് താഴ്മയുള്ള, ദൈവസന്നിധിയിൽ താഴ്മയുള്ള, പരമാർത്ഥത ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുന്ന ആമേൻ ഏതു മനുഷ്യനെയും ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ചേർത്ത് പിടിക്കും. ഇന്ന് പകലില് ചിലരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ഭൂമി, ആമേൻ, സ്തോത്രം, ഈ ഭൂമി കർത്താവിൻ്റെ പാദപീഠമാണ്. സ്തോത്രം. അപ്പോ സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠം. അപ്പൊ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് നിലവിളിച്ചാലും, ഏത് വിഷയത്തിന് താഴ്മയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ഉണ്ട്. ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ്, ആമേൻ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 49-ഉം 50-ഉം പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രമസ്ഥലവും ഏത്. ആമേൻ. ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. സ്തോത്രം. കർത്താവ് അരുളി ചെയ്തത് പ്രവാചകന്മാർ പറയുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ആമേൻ, പുതിയ നിയമത്തിലും പറയുന്നു, സ്വർഗം എൻ്റെ, ആമേൻ, എനിക്കെന്താ സിംഹാസനം. അപ്പോ അതിശയനായ ദൈവം നമ്മുടെ നടുവിൽ പലപ്പോഴും അതിശയങ്ങൾ പ്രവർത്തിക്കും. അത്ഭുതമന്ത്രിയായ ദൈവം നമ്മുടെ വിഷയത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു വലിയ ആത്മനിയോഗം നമ്മുടെ നടുവിൽ കർത്താവ് അയക്കും. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന
ആമേൻ, ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുക, ആമേൻ, സ്വർഗം എനിക്ക് സിംഹാസനം. ദൈവവേദലേ പ്രാർത്ഥിക്കുക. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാനും പ്രാർത്ഥിക്കാനും കരയാനും ഉടയാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ ആമേ കരയുന്ന ഏത് വിഷയത്തിനും കർത്താവ് മറുപടി അയക്കും. സ്തോത്രം. അത് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. എന്നാൽ നോക്കൂ, രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? അടുത്ത്, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ആമേൻ നീ അടങ്ങിയിരിക്കുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങി ഇരിക്കുന്നത് എങ്ങനെ? ആമേൻ. കണ്ടോ, നമ്മൾ പണിയുന്ന ആലയത്തിൽ ദൈവമുണ്ടോ? ഒരു കൂടിവരവ് മാത്രമല്ലേ. ഒരാഴ്ചയാകുമ്പോൾ എല്ലാവരും കൂടെ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നമ്മൾ പോകുന്നു. ആലയങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നു, കർത്താവ് ഇറങ്ങി വരുന്നു, പ്രാർത്ഥിക്കുന്നു. ആലയങ്ങളിൽ മാത്രമല്ല കേട്ടോ, വീട്ടിലിരുന്നാൽ കർത്താവ് ഇറങ്ങി വരും. ഏത് ഭാഗത്ത് നമ്മൾ ഇരുന്നാലും അവിടെ ദൈവം ഉണ്ടെന്നാ പറഞ്ഞേ അല്ലേ. ആലയത്തിൽ മാത്രമല്ല. സ്വർഗവന്റെ സിംഹാസനം, ഭൂമി കർത്താവിൻ്റെ പാദപീഠം. എവിടെ ഇരുന്നാലും, ഭൂമിയുടെ ഏത് കോണിലും, ഏത് കുടിലിനകത്ത് നീ വസിച്ചാലും, എവിടെ ഇരുന്നാലും അവിടെ ദൈവം ഉണ്ടെന്ന നീ വിശ്വസിച്ചാൽ, അത്ര ശക്തമായി വേദപുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാ വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷയം എത്ര വലുതായാലും ആ വിഷയത്തെക്കാൾ അധികം വലുത് നമ്മുടെ കർത്താവ്. സ്തോത്രം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് വലിയ പ്രശ്നമായാലും അതിൻ്റെ മുകളിൽ അതിനേക്കാൾ വലുത് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം, ആമേൻ, ഈ 14-ാമത്തെ ദിവസം 2-ാമത്തെ മാസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവ് സർവശക്തൻ. ഷുഡവനരഗതനാകര. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം നമ്മുടെ മധ്യത്തിൽ കർത്താവ് അയക്കേണ്ടതിന്, ദൈവിക മഹത്വം നമ്മുടെ മധ്യത്തിൽ കർത്താവ് പിന്നെയും വെളിപ്പെടുത്തേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാത്രമില്ലാത്ത സാന്നിധ്യം കൊണ്ട് നമ്മെ മറക്കേണ്ടതിന് ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ദൈവ ശബ്ദം നമ്മുടെ നടുവിൽ പിന്നെയും മുഴുവൻ കേൾക്കേണ്ടതിന്, ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ നടുവിൽ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന് വലിയ നിയോഗം ഞങ്ങളുടെ മധ്യേ അങ്ങ് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുമാറാകണമേ. ആമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കരയുന്ന സകല വിഷയത്തിന് നടുവിലും പരിശുദ്ധാത്മാവിന്റെ കരം കൊണ്ട് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മേൽ വെളിപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവിന് നിയോഗപ്രകാരം സഞ്ചരിപ്പാൻ ഓരോ കുടുംബത്തെയും ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് ദിവസത്തിൽ, ഈ 14-ാമത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ കൃപയും സാന്നിധ്യം കൊണ്ട് ഓരോ കുടുംബത്തെയും പൊതിയണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.